ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പനങ്ങാട്ടൂർ പെരിയാട്ട് പുണ്ണൂക്കൻ തായ്പര ദേവതാ ക്ഷേത്രത്തിലേക്കാണ്. എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണണേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പനങ്ങാട്ടൂരെ ഒരു കോട്ടത്തിലേക്കാണ്. ഈ വീഡിയോ എല്ലാവരും മൊത്തം കാണണേ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളിൽ കാണിച്ചു തരാം. നമ്മളെ ഒരു ബന്ധുവായ ഒരു അച്ചാച്ചനാണ് ഇവിടെ നിൽക്കുന്നത്, തിരിയെല്ലാം കത്തിക്കാൻ. നമുക്ക് അവരെല്ലാം പരിചയപ്പെടാം വീഡിയോയിൽ. എല്ലാവരും മൊത്തം കാണണേ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നത് ഇങ്ങോട്ടേക്കാണ്, ഈ പനങ്ങാട്ടൂർ ഭാഗത്ത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന കോട്ടം. നമ്മൾ കുറച്ചങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. നമ്മളെ അമ്മമ്മേരെ നാട്ടിലുണ്ടായ നമ്മളൊരു ബന്ധുവായ ഒരു അച്ചാച്ചനാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളിപ്പം നോക്കുന്നത്. ഈ വൈകുന്നേരം ആകുമ്പോൾ തിരി കത്തിക്കലും വിളക്ക് കൊളുത്തലെല്ലാം. ഇതെന്തോ ഒരു തറവാടിൻ്റെ ഒരു ദേവസ്ഥാനം പോലെയുള്ളൊരു ഇതാണ്. എല്ലാവർക്കും അറിയായിരിക്കും. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതാണ് പിന്നെ ഞാനൊരു കോട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സംഭവമാണ് ഇത്. നമ്മളെ അച്ചാച്ചൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഭണ്ഡാരെല്ലാം ഉണ്ട്, പൈസ ഇടാൻ വേണ്ടി ദൈവത്തിന്. നമ്മളെ അച്ചാച്ചൻ ഇത് എവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, ഫ്രെയിം ചെയ്തിട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പഴയ കാലത്തെല്ലാം കാണുന്ന കിണ്ടി അത് ഇതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മളെ അച്ചാച്ചൻ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലും. നമ്മളെ അച്ചാച്ചൻ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും പറയാം അച്ചാച്ചൻ, എന്തെങ്കിലും ഒരു കാര്യം പറയാം. അച്ചാച്ചൻ്റെ ഇവിടെ കത്തിക്കല്ലേ വിളക്ക്? കൊറേ ആയില്ലേ ഇപ്പോ? 2 മാസം. അതെ അല്ലേ. അച്ചാച്ചൻ കൂവേരിക്കാരൻ തന്നെയാണല്ലേ? എന്നാ പിന്നെ അച്ചാച്ചൻ നമുക്ക് ചായ തന്നിട്ടുണ്ടല്ലേ? എന്നാ പിന്നെ ഞാൻ ചായ കുടിക്കാം. അച്ചാച്ചൻ എന്നാ പിന്നെ വിളക്ക് കത്തിക്കേണ്ട സമയമായി അല്ലേ? 6 മണിക്ക്. അതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ് ഇപ്പം അച്ചാച്ചൻ. നമുക്ക് ഒരു ഗ്ലാസ് ചായ ഒരു പഴവും കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. നമ്മളെ അച്ചാച്ചൻ തന്നതാണ്. ഇതാണ് അച്ചാച്ചൻ കിടക്കുന്ന റൂം. ഇവിടെ തന്നെയാണ് പാചകമെല്ലാം ചെയ്യുന്നത്. ഈ ദേവസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതും കൂടിയും ഉള്ളത്. കിടക്കുന്ന കിടക്കി ഇതെല്ലാമാണ്. ഈ കോട്ടത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളായത്. ഇതിൻ്റെ പുറത്താണ് കോട്ട. അതിൻ്റെ ഉള്ളൊരു വീട് പോലെ തന്നെയാണ്. ഈടെയെല്ലാം ഇരിക്കാനുള്ള സൗകര്യം. നമ്മൾ പാചകം ചെയ്യാനെല്ലാം ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ ആക്കുക. ഇതിന് നമുക്ക് ഇതിൻ്റെ ഈ റൂമിലേക്കെല്ലാം പോയി നോക്കാം. ഇങ്ങനെയാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് വരുക. കോട്ടം ഈ പുറത്ത് കാണുന്നില്ല, ഇത് മാത്രമാണ് കോട്ടം. അതൊരു തറവാടിൻ്റെ ഒരു ദൈവമില്ല, അതാണ്. ഇതെല്ലാം പിന്നെ ഇതെല്ലാം വെച്ചിട്ടുള്ള മുറി. പല സാധനങ്ങളും ഉണ്ട്. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. പിന്നെ ഇങ്ങനെയുള്ളൊരു സ്ഥലമായുള്ളത്. ഇവിടെയെല്ലാം തിരി കത്തിക്കുന്നതാണ്, വിളക്ക് കത്തിക്കുന്നതാണ്. നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. നല്ലൊരു ചുറ്റുപാടാണ് മൊത്തത്തിൽ. ഇതാണ് അടുക്കളേൻ്റെ ഒരു മൊത്തം കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു മുറിയുണ്ട്. ഇവിടെ കുറച്ച് തുണിയെല്ലാം ഉണങ്ങാനിട്ടിട്ടേ. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ അച്ചാച്ചൻ തിരി എത്തിച്ചിട്ടുണ്ട് കോട്ടത്തിൽ. ഞാൻ കോട്ടത്തിൽ കുറച്ച് ബാക്കോട്ടെന്നില്ല ഒരു ഇത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. ഇങ്ങനെയാണ് ഈ കോട്ടത്തിൻ്റെ ഒരിത്. വിളക്ക് കത്തുന്നാണെന്നില്ലേ. കറക്റ്റ് 6 മണിക്ക് തന്നെ എല്ലാ ദിവസവും ഇവിടെ വിളക്ക് കത്തിക്കും. ഇതൊക്കെ പനങ്ങാട്ടൂരാണ് വരുന്നത്. പനങ്ങാട്ടൂർ എന്ന് പറയുമ്പോൾ ഈ കുറ്റേരി പനങ്ങാട്ടൂർ, മറ്റേ തളിപ്പറമ്പ് നിന്ന് കുറ്റേരി ഭാഗത്തേക്ക് പനങ്ങാട്ടൂർ ഭാഗത്തേക്ക് വരുവാ വേണ്ടേ. നമ്മളെ കണ്ണൂർ തളിപ്പറമ്പ് നിന്ന് കുറ്റേരി വഴി പനങ്ങാട്ടൂർ, അവിടെ ഈ കോട്ടം വരുന്നത്. ഇവിടെ ഒരു KV ചന്ദ്രൻ വായനശാലയുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കോട്ടം വരുന്നത്. ഇത് ഒരു കുടുംബ ക്ഷേത്രമാണ്.
ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഉള്ളിലും വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പിന്നെ എനിക്ക് അറിയില്ല, അതാ പിന്നെ ഞാൻ പറയാത്തത്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിൻറ്റിങ് ആണ്. ഈ ഒരു ഫ്രെയിം ചെയ്ത് വെച്ച് ഈ ഫോട്ടോ ആണ്. നല്ലൊരു കാഴ്ചയാണിത്. ഈ ഭാഗത്തിലുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കണേ. നമ്മൾ അച്ചാച്ചൻ പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിലും ഞാനൊന്ന് കാണിച്ചു തരാം. മേലെ മൊത്തം റബ്ബർ തോട്ടാണ്. അടുത്തടുത്തുള്ള ഒരുപാട് വീടുകളെല്ലാം ഉണ്ട്. അവിടെ റോഡാണ്, ബസ് പോകുന്ന റോഡാണ്. അതാ നേരെ കാണുന്ന റോഡ്. ഇതാണ് കോട്ടം. ഇവിടെ ഇപ്പം വേറെ ആരും ഇല്ല, നമ്മൾ അച്ചാച്ചൻ മാത്രമേ ഇല്ലൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്ന ആരുമില്ല. അച്ചാച്ചനൊക്കെ എന്തോ തിരക്കിലാണ്. എല്ലാവരും ഈ ഇങ്ങനത്തെ കോട്ടത്തിനെ കുറിച്ചെല്ലാം അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. 3 തെയ്യങ്ങളെ ഇവിടെ ഉണ്ടാവല്. തായ്പര ദേവത, വിഷ്ണുമൂർത്തി, കുടിവീരൻ എന്നുള്ള 3 തെയ്യങ്ങളെ ഉണ്ടാവല്. മാർച്ച് മാസത്തിലാണ് ഇവിടെ ഉത്സവം ഉണ്ടാവല്, തെയ്യം ഉണ്ടാവല്. ആ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ സമയമാകുമ്പോൾ പോയിട്ട് അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും.